ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ഹെൽത്തിയും സ്വാദിഷ്ടമായിട്ടും ഏറ്റവും സിമ്പിളായിട്ട് വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന രണ്ട് സാധനങ്ങൾ വെച്ചുണ്ടാക്കാവുന്ന ഉലുവക്കഞ്ഞിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. കുട്ടികൾ പോലും വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിക്കഴിക്കും. അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ. നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗ്യാസ് ട്രബിൾ, കൊളസ്ട്രോൾ, ശരീരബലക്കുറവ് എല്ലാത്തിനും ഈ ഒരു കർക്കിടക മാസം 7 ദിവസം ഉലുവക്കഞ്ഞി ഇതുപോലെ കഴിച്ചാൽ മതി കേട്ടോ. അപ്പം നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ 3 മിനിറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് തന്നെ ഞാൻ ഇതിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ അതാ ഒരു 8 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള ഉലുവയാണ്. ഞാനത് 2 പേർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അളവിലാണ് കേട്ടോ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഉലുവയും വേണം. അതിൻ്റെ കൂടെ തന്നെ നെല്ലൂത്തരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നെല്ലൂത്തരി ഇല്ലാതെങ്കിൽ ഞവര അരിയൊക്കെ എടുക്കാം. പിന്നെ ഇതിൽ ധാന്യങ്ങളൊക്കെ ഇട്ടിട്ട് ഉലുവക്കഞ്ഞി വെക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു 2 സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ കുറച്ച് നെല്ലൂത്തരി എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഉലുവ എടുത്തിട്ടുണ്ട് കേട്ടോ. ഉലുവ ഞാനൊരു 8 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് വേവിക്കുമ്പോൾ കുക്കറിൻ്റെ മൂടിൻ്റെ കൂടെ പതഞ്ഞ് വരുന്നതിന് ഞാനൊരു സ്പൂണും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിതിനൊരു 5 വിസിലാണ് വെക്കുന്നത്. നമുക്ക് ജസ്റ്റ് നല്ലോണം വെന്തടിഞ്ഞ് പോവാതെ ഒന്ന് കടിക്കുന്ന രീതിയിലായിട്ട് ഉലുവ വെന്ത് കിട്ടണം കേട്ടോ. പിന്നെ ഇതാ ഒരു മുറി തേങ്ങ ഇവിടെ രാഗി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം. തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് മധുരത്തിന് ആവശ്യമായിട്ട് ഉപ്പിട്ടിട്ടും കഴിക്കാം കേട്ടോ. ഞാനിത് മധുരത്തിലാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 4 ശർക്കര കട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഓവറായിട്ട് മധുരമില്ല, എന്നാലും മധുരമുണ്ട്. അപ്പോൾ അതാ ശർക്കരപ്പാനി തയ്യാറാക്കിയിട്ട് ഈ ഒരു വെന്ത് വന്ന ഉലുവേൻ്റെ അകത്തേക്ക് നമ്മളെ ഉലുവയും നെല്ലുത്തരിയും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് തിളച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ ഒരു കർക്കിടക മാസം ഒരു 7 ദിവസം കുടിച്ചാൽ മതി. നമ്മുടെ നടുവേദന, അതേപോലെ തന്നെ ശരീരത്ത് പല സൈഡിലായിട്ട് ഉണ്ടാകുന്ന വേദനയൊക്കെ പമ്പ കിടക്കും കേട്ടോ. അത്രയ്ക്ക് ഔഷധ ഗുണമുള്ള ഒന്നാണ് ഈ ഒരു ഉലുവക്കഞ്ഞി. തേങ്ങാപ്പാൽ ഞാനിതിലേക്ക് ഒഴിച്ചെടുത്ത ശേഷം തന്നെ ഒരു നുള്ളു ജീരകവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന്. പിന്നെ ഉലുവേൻ്റെ കയ്പൊന്നും നമ്മൾ അറിയത്തേ ഇല്ല. അപ്പോൾ അത് തേങ്ങാപ്പാലും ജീരകമൊക്കെ ഇട്ട ശേഷം ഒരൊറ്റ പ്രാവശ്യം മാത്രം തിളച്ചാൽ മതി. അതിനുശേഷം ഇത് ഇറക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യിൻ്റെ അകത്ത് കുറച്ച് ബദാമും അതേപോലെ തന്നെ നമ്മുടെ ഉണക്കമുന്തിരിയും കൂടെ ജസ്റ്റ് ഒന്ന് വറവാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് തികച്ചും ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാനിവിടെ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുന്നതിനെ കൊണ്ട് മാത്രമാണ് ഈ ഒരു ബദാമും ഈ ഒരു മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ലോണം നെയ്യിൻ്റെ ഒരു ചുവയും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ ഇതിന്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. തീർച്ചയായിട്ടും ഈ ഒരു രീതിക്ക് ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അത്രയ്ക്കും ടേസ്റ്റ് തന്നെയാണ്. അപ്പം മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യണേ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്